കാഴ്ചകൾക്ക് കുറവ് സംഭവിക്കാം. ആ കുറവുകൾ കണ്ടെത്തി യഥാസമയം ചികിത്സ കൊടുക്കുന്നെങ്കിൽ നമ്മുടെ നേത്രത്തിന്റെ പവർ, ശക്തി കുറഞ്ഞു. കണ്ണിന്റെ പല ഭാഗങ്ങളെ കുറിച്ചും നിങ്ങൾ വിശദമായി മനസ്സിലാക്കി പഠിക്കുക. അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യ സംരക്ഷണം, മാനസിക ആരോഗ്യം, മാനസിക സ്വസ്ഥത, അതുപോലെ മാനവികത എല്ലാം ചേർന്ന ഒരു പൊതുയിടമായി ഈ വായനശാല മാറാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. നേത്ര ക്യാമ്പിൽ വന്ന് നിങ്ങളുടെ കണ്ണുകളെല്ലാം വളരെ പരിപാലനമായി സംരക്ഷിക്കാൻ മാത്രമല്ല, നമ്മുടെ ഈ വായനശാല പ്രവർത്തനത്തെ നിങ്ങളൊന്ന് ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കുന്നത്. എന്തിനാണ് ഇത് ചെയ്യുന്നത്? വളരുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസം അതൊരു പ്രധാന ഘടകമാണ്. നമ്മുടെ കുട്ടികൾ പഠിക്കട്ടെ. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിങ്ങൾ ഓടിക്കരച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി കുറച്ചു കാലം കൂടി ജീവിക്കുന്നുണ്ടെങ്കിൽ കാഴ്ചയോടുകൂടി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ നല്ല ജീവിതം ഉണ്ടാവാൻ കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് വളരെ ഉചിതമായിട്ട് തോന്നി ഇന്ന് ഈ നടത്തപ്പെടുന്ന ക്യാമ്പ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? വിജ്ഞാന ജ്യോതി ലൈബ്രറിയാണ് ഇതിന് ആഭിമുഖ്യം നടത്തുന്നത്. വിജ്ഞാന ജ്യോതി, വിജ്ഞാനവും ജ്യോതി, എന്റെ മലയാളമാണ് എന്റെ വിഷയം. വിജ്ഞാനം ജ്യോതിയും തിരിച്ചെഴുതിയ ജ്യോതി പ്രകാശമാണ്. ഇനി ഇവിടെ നടത്തുന്നത് പ്രകാശിപ്പിക്കലാണ്. ഇനി പ്രകാശിപ്പിക്കുന്നതിന് ലൈബ്രറിയുടെ ആവശ്യവും പ്രസക്തിയും സാർ പറഞ്ഞപ്പോ ഒന്ന് വ്യക്തമാക്കിയിരുന്നു. വായന നല്ലതാണ്, അത് പ്രകാശിപ്പിക്കലാണ്. അറിവിനെയും അറിവ് വഴി നമ്മുടെ ജീവിതത്തെയും പ്രകാശിപ്പിക്കുകയാണ്. ഇനി ഒരു പള്ളി അങ്കണത്തിൽ നടത്തുകൊണ്ട് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ്. അത് ശരീരം മുഴുവൻ പ്രകാശിപ്പിക്കും, അത് ലോകം മുഴുവൻ പ്രകാശിപ്പിക്കും, കുറ്റമറ്റതെങ്കിൽ. ഇവിടെയാണ് പബ്ലിക് ലൈബ്രറിയുടെ ആരംഭം കുറിച്ചത്, വളരെയധികം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കി. ഒരു പള്ളിയുടെ അങ്കണത്തിൽ പ്രകാശത്തെ മുൻനിർത്തിക്കൊണ്ട് വിജ്ഞാന ജ്യോതി ഇത് നടത്തുമ്പോൾ ഞാൻ പറയുന്നു, ഇത് ഏറ്റവും പ്രസക്തമാണ് എന്നുള്ളത്.